വെൽക്കം ബാക്ക് ടു സിനിമ പെട്ടി. ഇന്നത്തെ കാലത്ത് അമ്മമാരെ എല്ലാവരും മറക്കുന്നു. അവരവരുടെ കാര്യം കഴിയുമ്പോൾ അവരെ ഓൾഡ് ഏജ് ഹോമിലാണ് കൊണ്ടുവിടുന്നത്. ഇതിനെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഒരു നല്ല ചിത്രമാണ് അമ്മക്കിളിക്കൂട്. ഞാൻ ഡോക്ടർ മോഹൻ. അർണോസ് പറഞ്ഞിട്ട് പോയിരുന്നു. നിങ്ങളുടെ ആരാ? അമ്മ എന്റെ അമ്മയാണ്. ഓ, എവിടെ? വിളിച്ചോ? മുറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നിവൃത്തിയില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. ഞാനൊരു മോന. ഓവോ, എനിക്ക് കൂടെ നിർത്താൻ വയ്യാത്തൊരു... നിങ്ങളിവിടെ കുറെ പേരുണ്ടല്ലേ? മക്കൾ ഉപേക്ഷിച്ചും ഭർത്താവ് ഉപേക്ഷിച്ചും ദൈവം ഉപേക്ഷിച്ചും ഒറ്റപ്പെട്ടു പോയ മഹാഭാഗ്യവതികൾ 10-30 കാണും. ഞാനെന്ന അമ്മയെ എങ്കിരുന്നേ? മകനാ കൊണ്ടുവന്നേ. ഡോക്ടർ അയാള്. ഇങ്ങനെ രാത്രി കൊണ്ടുവന്ന് നടതള്ളാൻ മാത്രം എന്ത് തെറ്റ് ചെയ്താവോ? ജന്മം കൊടുത്തു. ആദ്യം സ്വന്തം ചോരയിലൂടെ ഊട്ടി, പിന്നെ ഉരുള ഉരുട്ടി മാമം കൊടുത്തു. അങ്ങനെ കാക്കയ്ക്കും പട്ടിക്കും കൊടുക്കാതെ വളർത്തി വലുതാക്കിയില്ലേ? അതെ, അതിന്റെ കൂലിയാ. ഞാൻ കുറെ ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട്. ഞാൻ ഇടയ്ക്ക് വരും. ഒന്ന് ശ്രദ്ധിക്കണേ. 6 മാസത്തെ പേയ്മെന്റ് ഞാൻ അഡ്വാൻസ് അടച്ചിട്ടുണ്ട്. വേണ്ടായിരുന്നു. പ്രായമുള്ളവരുടെ കാര്യമല്ലേ. ചിലപ്പോ അത്രയൊന്നും ആയുസില്ലെങ്കിലോ. അല്ലെങ്കിൽ ഇതുപോലൊരു യോഗം ഉണ്ടായല്ലോ എന്നോർത്ത് നെഞ്ചുരുകി കരഞ്ഞു തീർന്നു പോകും. ചിലപ്പോ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് റീഫണ്ട് കിട്ടില്ല. യാത്രാക്ഷീണം കാണും. വന്ന് കിടക്ക്. ഒന്ന് കിടക്കണം. അവൻ പോയില്ലേ? തലയ്ക്കകത്തൊരു മുഴക്കം. വാഹനത്തിന്റെ ശബ്ദമൊന്നും കേട്ടില്ല. ഒരു ശബ്ദവും കേൾക്കണില്ല. എന്താ പ്രശ്നം? അമ്മയും മോനും വഴക്കാക്കുമോ? അമ്മയ്ക്ക് മക്കളോട് വഴക്കടിക്കാൻ പറ്റുമോ? അതും ഒരേ ഒരു മോനോട്. പാവം കുട്ടി നല്ല മിടുക്കനായിട്ട് പഠിക്കുകയായിരുന്നു. ഡോക്ടർ ഭാഗത്തിന് ചേർക്കണവരെ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടിയുള്ളൂ. പിന്നെ വിൽക്കേണ്ടി വന്നു. വലിയ വീട്ടിലെ ആൾക്കാര് മകൾക്കൊരു ഭർത്താവിനെ കണ്ടു അവനില്. അവരുടെ ചെലവിലായിരുന്നു പിന്നെ പഠിത്തവും ജീവിതവും, ഇപ്പൊ ഉദ്യോഗവും. ഇപ്പൊ അവര് പറഞ്ഞു അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ. അവന് സ്നേഹമുള്ളതുകൊണ്ട് വഴിയിലറിഞ്ഞില്ല, ഇവിടെ എത്തിച്ചു.
ഏതാ ഈ സ്ഥലം? ആരാ നിങ്ങളൊക്കെ? അറിയില്ല. കൂടപ്പിറപ്പുകളാ. ഇത് നമ്മുടെ വീട്. വാ. ശ്രീ സുകുമാരി മലയാള സിനിമയിൽ നിരവധി അമ്മ വേഷങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളതാണ്. അതിൽ മിഴികൾ സാക്ഷി എന്ന സിനിമ നമ്മൾ ആർക്കും തന്നെ മറക്കാൻ പറ്റാത്തതാണ്. ഉമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ആദിത്യൻ, സെയ്ദിന്റെ കൂട്ടുകാരൻ. മനസ്സിലായില്ലേ? ഉമ്മ ഒരുപാട് ക്ഷീണിച്ചു. ഉമ്മ വല്ലതും കഴിച്ചോ? ഉമ്മ അമ്പലത്തിലായിരുന്നു കേട്ടു. എന്തിനാ ഉമ്മ അമ്പലത്തിൽ പോയത്? വേണ്ട, വിഷമിക്കണ്ട. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഉമ്മയുടെ മോനല്ലേ ഞാൻ. നോക്ക്, ആ കണ്ണുകൾ കണ്ടില്ലേ? ഇവളൊന്ന് ഉറങ്ങിയിട്ട് ദിവസം എത്രയെന്നറിയോ? ഉമ്മ കരയുന്നോ? മിണ്ടില്ലല്ലോ, പക്ഷെ ഇവളൊന്ന് ഇമയനക്കിയാൽ എനിക്ക് മനസ്സിലാവും. പേപ്പട്ടിയോ മതയാനയോ മുമ്പിൽ വന്നാൽ വഴിമാറണം, ചിലപ്പോൾ ഓടി ഒളിക്കണം. ചുറ്റും മതം പൊട്ടിയവരാ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല, കറൻസിയാണിന്ന്. വയ്യ മോനെ, ഈ കണ്ണീര് കാണാൻ എനിക്കിനി വയ്യ. അവക്ക് നീ വലുത്. എനിക്കും. വാപ്പച്ചി തന്നെ ഇത് പറയണം. എന്തിനാ പഠിപ്പിച്ച് പുസ്തകങ്ങൾ വാങ്ങി തന്നത്? കഥ പറഞ്ഞു തന്നപ്പോ ഒന്ന് മുൻകൂട്ടി കണ്ടിരുന്നെങ്കിലോ? രാജ്യത്തിന് വേണ്ടി അനുഭവിച്ച യാതനയും കഷ്ടപ്പാടും വാപ്പച്ചി പറഞ്ഞപ്പോ ഈ മോൻ എപ്പോഴെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? എല്ലാ മതങ്ങളെയും പറ്റി എന്തിനാ പഠിപ്പിച്ച്? ഒന്ന് മാത്രം മതിയായിരുന്നല്ലോ. ലബ്ബാ സാഹിബിന്റെ മോൻ എന്ന് പറയുമ്പോ ഇത് ഇപ്പോഴും എനിക്ക് അതിലും വലുതായി ഒന്നുമില്ല. എൻ്റെ ഉമ്മയുടെ മോൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടേ ഉള്ളൂ. മനുഷ്യനായി വളർന്നുപോയി, മൃഗമാകാൻ പറയരുത്. ഉമ്മ, ഉമ്മ, ഉമ്മ. കാലം മാറുമ്പോൾ കോലം കെട്ടുന്നവനാകരുത്, കാലത്തെ നയിക്കുന്നവനാകരുത്. വാപ്പച്ചയല്ലേ എനിക്ക് പറഞ്ഞു തന്നത്? ആരാണ് ഇസ്ലാമിനെ നിഷിദ്ധമായത് ചെയ്യുന്നത്? അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്.
അമ്മേ നീയൊരു ദേവാലയം, നന്മകൾ പൂവിട്ടു പൂജിക്കുമാലയം, ദേവാലയം. അമ്മേ നീയൊരു ദേവാലയം, നന്മകൾ പൂവിട്ടു പൂജിക്കുമാലയം, ദേവാലയം. കാരാഗൃഹത്തിൽ പിറന്ന കാർവർണ്ണനും കാലിത്തൊഴുത്തിൽ പിറന്ന പൊന്നുണ്ണിക്കും. അമ്മയെ കുറിച്ച് ഇനി കൂടുതൽ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. But then it's a short break.